السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ റമദാനിൻ്റെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റമദാനുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിലുള്ള ക്ലാസുകൾ നിങ്ങൾ ശ്രവിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അടിസ്ഥാനപരമായി റമദാൻ എന്നതിൻ്റെ ആകത്തുക നമ്മളെ തസ്കിയത്ത് നടത്തുക, നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുക, പാരത്രികമായ മോക്ഷത്തിന്, പരലോക വിജയത്തിന് ഉതകുന്ന തരത്തിൽ നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തുക എന്ന് ചുരുക്കി പറയാം. വിശുദ്ധ ഖുർആനിൽ സാധാരണയായി മനുഷ്യനെ നേർവഴിക്ക് നടത്താൻ കഴിയുന്ന, അവന്റെ ജീവിതത്തെ സംസ്കരിക്കാൻ കഴിയുന്നത് ആത്യന്തികമായി പരലോക വിശ്വാസത്തിന് മാത്രം. എത്ര കണ്ടൊരു വിശ്വാസിയുടെ പരലോക ചിന്ത ശക്തമാണോ അത്ര കണ്ട് അയാൾ പരിവർത്തിപ്പിക്കപ്പെടും. ജീവിതത്തിൽ ഒരു മനുഷ്യൻ ആദ്യമായി കണ്ടെത്തേണ്ട ചോദ്യം, ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യം എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്തിനാണ് അവൻ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതാണ്. ഖുർആൻ പല സന്ദർഭങ്ങളിലായി മനുഷ്യന്റെ ബുദ്ധിയോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. അയഹ്സബുൽ ഇൻസാനു യുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവനെ വെറുതെ വിടുമെന്ന്? മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവനെ വെറുതെ വിടുമെന്ന്? മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നിങ്ങനെ ഇതേ ഹസിബ എന്ന പദം പ്രയോഗിച്ചുകൊണ്ട് വിവിധ സന്ദർഭങ്ങളിൽ ഖുർആൻ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനും അത് തിരിച്ചറിയാൻ കഴിയാത്ത ആളും രണ്ടാണ്. ലക്ഷ്യബോധം എന്നുള്ളത്, ഇപ്പൊ നല്ല വിദ്യാഭ്യാസമുള്ള, അറിവുള്ള, വിജ്ഞാനമുള്ള ഒരാളോട് ചെന്നിട്ട് അയാൾ ഈ മതം വിശ്വസിക്കാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. അയാളോട് ചെന്നിട്ട് എന്തിനാണ് നീ ഇവിടെ ജീവിക്കുന്നത് ചോദിച്ചാൽ അയാൾ ഒരു നിമിഷം പകച്ചു. കാരണം ആ ചോദ്യം തന്നെ ചിലപ്പോൾ അയാൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അതേസമയം നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്ന അത്യാവശ്യമൊക്കെ ഒരു വകതിരിവുള്ള ഒരു കുട്ടിയോട് പോയിട്ട് ഈ ചോദ്യം ചോദിച്ചാൽ ആ കുട്ടി അവന്റേതായ ഭാഷയിൽ ഉത്തരം പറയും. ഉത്തരത്തിന്റെ ആകത്തുക ഇതായിരിക്കും: ഇവിടത്തെ ജീവിതമാണ് പാരത്രിക വിജയത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഇവിടെ നന്മ ചെയ്താൽ അവിടെ അത് ലഭിക്കും. ഇവിടെ ചിന്മയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പാരത്രിക ലോകത്ത് വലിയ പരാജയം ഉണ്ടാവും. ഇത് തിരിച്ചറിയാൻ കഴിയാന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല. ഇത് തിരിച്ചറിയലാണ് മനുഷ്യൻ ജീവിതത്തിൽ ഒന്നാമത് ചെയ്യേണ്ട ദൗത്യം. എന്തിനാണ് തന്നെ റബ്ബ് സൃഷ്ടിച്ചത്? തന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ഇത് എത്ര കണ്ട് നമ്മുടെ ഹൃദയത്തിൽ വേരുറക്കുന്നോ അത്ര കണ്ട് നമ്മുടെ ജീവിതം പരിശുദ്ധമാകും. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത വലദുൽ അബ്ദ്, അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. ഇദാ മാത വലദുൽ അബ്ദ്, ഒരടിമയുടെ കുഞ്ഞു മരണപ്പെട്ടാൽ യഖൂലുല്ലാഹു അസ്സ വജല്ല ലിമലായികതിഹി, അല്ലാഹു തആല മലക്കുകളോട് ചോദിക്കും, ഹൽ ഖബൽതും വലദ അബ്ദി, എൻ്റെ അടിമയുടെ കുഞ്ഞിനെ നിങ്ങൾ മരിപ്പിച്ചോ? യഖൂലൂന നഅം, അവർ മറുപടി പറയും അതെ. അല്ലാഹു വീണ്ടും പറയണം, ഖബൽതും സമറത ഫുആദി, നിങ്ങൾ അവന്റെ ഹൃദയത്തിന്റെ വസന്തത്തെയാണ്, ഫലത്തെയാണ്, അവന്റെ ഹൃദയത്തിന്റെ സന്തോഷത്തെയാണ് മുറിച്ചെടുത്ത്. എന്താ സംശയം? നമ്മുടെ ജീവിതത്തിലൊക്കെ ഏൽക്കുന്ന വലിയ പ്രഹരങ്ങളാകുന്ന പരീക്ഷണത്തിൽ അതിശക്തമായ പ്രഹരാണല്ലോ നമ്മൾ ജന്മം നൽകിയ നമ്മുടെ മക്കൾ, നമ്മുടെ മുമ്പിൽ കളിച്ചു വളരുന്ന നമ്മുടെ മക്കൾ. അവര് ചെറുപ്പത്തിലെ തന്നെ നമ്മളെ പിരിയാന്ന് പറയുന്നത് ഒരു മനുഷ്യനെ പിടിച്ചു നിൽക്കുന്ന ശക്തമായ പരീക്ഷണമല്ലേ? അബൂദാബിയിൽ ഉണ്ടായ സംഭവവും അതുമായി ബന്ധപ്പെട്ട് 4 കുട്ടികളുടെ വിയോഗത്തിന് സാക്ഷിയായി തന്റെ 4 മക്കൾക്ക് അവസാനം യാത്രയപ്പ് നൽകുന്ന വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു പിതാവിന്റെ ചിത്രം ലോകം മുഴുവൻ ചർച്ച ചെയ്താണല്ലോ. അപ്പൊ അല്ലാഹു പറയാണ്, ഖബൽതും സമറത ഫുആദി, നിങ്ങൾ എന്റെ അടിമയുടെ ഹൃദയത്തിന്റെ ഫലത്തെയാണ് മുറിച്ചെടുത്ത്. ഒറ്റ ചോദ്യം അള്ളാഹ്ക്ക്, ഫമാദാ ഖാല അബ്ദി,
അതിശക്തമായ ഈ കൊടിയ പരീക്ഷണത്തിൽ എന്റെ അടിമ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്, എന്റെ അടിമ എന്താണ് പറഞ്ഞത്? പടച്ചവനെ, നിന്നെ സ്തുതിച്ചു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്ക് സ്വപ്നം കാണാൻ കഴിയും? ഭാഗ്യവാന്മാരായ ആളുകൾക്ക് ലഭിക്കുന്നല്ലേ അത്? സ്വന്തം കുഞ്ഞു മരിച്ചു എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഭർത്താവ്, തന്റെ മക്കൾ, മാതാപിതാക്കൾ, തനിക്ക് പ്രിയപ്പെട്ടവർ തന്നെ വേർപിരിഞ്ഞു എന്നറിയുമ്പോൾ അതിശക്തമായ കൊടിയ പരീക്ഷണങ്ങൾ കൊണ്ട് വിറപ്പിക്കപ്പെടുന്ന സമയത്ത് പോലും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ പരലോക ചിന്ത ശക്തമാവണം. എന്താ പറയുന്നത്? അൽഹംദുലില്ലാഹ് വസ്തർജ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്റെ റബ്ബ് എനിക്ക് നൽകിയതാണ്, ചോദ്യം ചെയ്യാതെ സ്വീകരിക്കണം, ചോദ്യം ചെയ്യാതെ തിരിച്ചു കൊടുക്കണം. ഈ തിരിച്ചെടുത്തതും എനിക്ക് നാളെ ഖൈറാണ്, നാളെ പരലോകത്ത് എനിക്കും എന്റെ കുഞ്ഞിനും ഇത് മഹാസൗഭാഗ്യമാണ് എന്നൊരു വ്യക്തി, ഒരു സ്ത്രീ, ഒരു സഹോദരൻ, ഒരു മാതാവ്, പിതാവ് തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിമിഷത്തിൽ മലക്കളോട് പറയുന്നത്, ഇബ്നു ലിഅബ്ദി ബൈതൻ ഫിൽ ജന്ന വസമ്മുഹു ബൈതൽ ഹംദ്. നിങ്ങൾ എന്റെ അടിമക്ക് വേണ്ടി നാളെ പരലോകത്ത് അവനെ സ്വീകരിക്കാനുള്ള ഭവനം ഒരുക്കിക്കൊള്ളൂ. ആ ഭവനത്തിന്റെ പേര് ബൈത്തുൽ ഹംദ് എന്നാണ്, സ്തുതിയുടെ വചനം. അതിനേക്കാൾ നല്ല പേര് എവിടെയാ കിട്ടുക? ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ലക്ഷ്യബോധം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന അത്ഭുതമാണ്. 1985 ഓസ്ട്രേലിയയിലെ സിഡ്നി എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ച ഒരു ചെറുപ്പക്കാരൻ ലോകം ചർച്ച ചെയ്ത ഒരു സംഭവമാണ്. സിഡ്നി എന്ന പ്രദേശത്ത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച, എന്നാൽ മതം എന്നുള്ളത്, പരലോകം എന്നുള്ളത് അത്ര കണ്ട് സീരിയസ് ആയിരുന്നില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ 25 കൊല്ലം കൊണ്ട് 25 വയസ്സാകുമ്പോഴേക്ക് അദ്ദേഹം ഓസ്ട്രേലിയയിൽ അറിയപ്പെട്ട കുബേരന്മാരുടെ, ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം തേടിയ ഒരു മനുഷ്യൻ. ആർഭാടത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ജീവിച്ച്, സാധാരണ പറയും ആർഭാടത്തിന്റെ പ്രമത്തതയുടെ പ്രോജ്വല പ്രതീകം എന്നൊക്കെ പറയുമ്പോൾ എന്തും അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കോടികളുടെ വില പറയുന്ന ഫെറാറി അടക്കമുള്ള വാഹനങ്ങൾ, കയ്യിൽ കെട്ടുന്ന വാച്ചും ധരിക്കുന്ന ചെരുപ്പിനും വസ്ത്രത്തിനു പോലുമുണ്ട് ഡോളറുകളുടെ കഥകൾ പറയാൻ. 2015 പെട്ടെന്നുണ്ടായ ഒരു ശാരീരിക പ്രയാസം കാരണം ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ഡോക്ടർമാരുടെ കൃത്യമായ നിർദ്ദേശത്തിനനുസരിച്ചുള്ള ചില ടെസ്റ്റുകൾ നടത്തുകയും അതിന്റെ മെഡിക്കൽ റിപ്പോർട്ടുമായി കൊണ്ട് ആ ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വരികയാണ്. ഏറ്റവും ആധുനികമായ പണം കൊണ്ട് നേടാവുന്ന എല്ലാ ചികിത്സയും അദ്ദേഹത്തിന് നേടിയെടുക്കാം. അവരൊന്ന് പറഞ്ഞു, രക്താർബുദാണ്, ബ്ലഡ് ക്യാൻസർ ആണ്, പരമാവധി 7 മാസം കൂടി നിങ്ങൾക്ക് ജീവിക്കാം, മാക്സിമം 7 മാസം. ഒന്ന് ആലോചിച്ച് നോക്കി, ആ രംഗത്തിന് നമ്മൾ സാക്ഷികളാകുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലാണ് അങ്ങനത്തെ ഒരു പരീക്ഷണം വരുന്നത്. 7 മാസം. ആ സമയത്താണ് അയാൾ ചിന്തിക്കുന്നത്, തന്റെ 29 കൊല്ലം കൊണ്ട് താൻ എന്തുണ്ടാക്കി, 29 കൊല്ലം കൊണ്ട് ജീവിതം കൊണ്ട് എന്തുണ്ടാക്കി എന്ന ചിന്തയിൽ നിന്നാണ് പിന്നീട് അദ്ദേഹം താൻ ചെയ്തു വെച്ച പാപക്കറകൾ കഴുകിക്കളയാനും തന്റെ പാരത്രിക ലോകം തനിക്ക് ഉപകാരപ്പെടണമെന്ന ചിന്തയിൽ തന്റെ കോടികൾ വിറ്റഴിച്ച് പണം കൊടുത്ത് ജോലിക്കാരെ വാങ്ങി തന്റെ കോടികളുമായി കൊണ്ട് ആഫ്രിക്കയുടെ മണ്ണിലേക്ക് വിമാനം കയറി ഗാന പോലെയുള്ള 50% ആളുകളും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ജീവിക്കുന്ന കൊടിയ ദാരിദ്ര്യത്തിന്റെ മണ്ണിൽ പോയി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. യതീമുകളായ മക്കളെ ചേർത്ത് പിടിച്ചു, അനാഥാലയങ്ങൾ നിർമ്മിച്ചു, വീടുകൾ നിർമ്മിച്ചു, വീടില്ലാത്തവർക്ക് വീട് കൊടുത്തു, വെള്ളമില്ലാത്തവർക്ക് വെള്ളം എത്തിച്ചു, മദ്രസകൾ സ്ഥാപിച്ചു, പള്ളികൾ സ്ഥാപിച്ചു. ആ 7 മാസം റബ്ബൊരു 3 വർഷമായി നീട്ടിക്കൊടുത്തു. 2018 മെയ് മാസത്തിൽ, ഇതുപോലെ റമദാൻ മാസത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ആ സമയത്ത് പോലും തന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടവും ചിത്രീകരിച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. ലോകത്തുള്ള ചെറുപ്പക്കാർക്ക്, ലക്ഷ്യബോധമില്ലാതെ അലയുന്ന ആളുകൾക്ക് എന്റെ ജീവിതം മാതൃകയാകണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹവുമായി കൊണ്ടുള്ള അവിടുത്തെ ഒരു ഓസ്ട്രേലിയയിലെ പണ്ഡിതൻ നടത്തുന്ന ഇന്റർവ്യൂവിൽ, അതാണ് എന്റെ സംസാരത്തിൽ ഞാൻ കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കഥ നിങ്ങളുടെ മുമ്പിൽ പറയാൻ കാരണം, അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ക്യാൻസറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, തന്റെ ജീവിതത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും തല്ലി തകർത്ത, ഒരു നിമിഷത്തിൽ കണ്ണിൽ ഇരുട്ട് കയറിയ വാർത്തയാണ് രക്താർബുദം എന്ന അദ്ദേഹത്തിന് മുമ്പിലേക്ക് വന്ന മെഡിക്കൽ റിപ്പോർട്ട്. അതേക്കുറിച്ച് ചോദിക്കുന്നത്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ആള് പറഞ്ഞ വാക്കെന്താ അറിയോ? ഗിഫ്റ്റഡ് ബൈ ഗോഡ്. ഇത് ഏതെങ്കിലും സംവിധായകന്റെ വാക്ക് കേട്ട്
അഭിനേതാവ് കാണാതെ പഠിച്ച് ക്യാമറകൾക്ക് മുമ്പിൽ പോയി അഭിനയിച്ച ഏതെങ്കിലും ഒരു രംഗമല്ല, ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യമാണ്. അലി ബനാത്ത് എന്ന ചെറുപ്പക്കാരൻ പറയാണ്, ഗിഫ്റ്റഡ് ബൈ ഗോഡ്. എന്റെ ജീവിതത്തിൽ എന്റെ റബ്ബ് എനിക്ക് നൽകിയ, ഞാൻ നന്ദി പറയാൻ ഏറ്റവും കടപ്പെട്ടിട്ടുള്ളത് ഈ ക്യാൻസറിനാണ്. കാരണം നരകത്തിലേക്ക് ഓടിയെടുത്ത എന്നെ ഇതിൽ നിന്ന് തിരുത്തി എന്റെ പരലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്ത നൽകിയത്, എന്റെ പരലോകം വിജയിക്കാൻ എനിക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം നൽകിയത് ഈ ക്യാൻസറാണ്. എന്റെ റബ്ബ് എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യാൻസർ ആണെന്ന് ഞാൻ പറയും. ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യബോധം തിരിച്ചറിഞ്ഞ ഒരാളിൽ സംഭവിക്കുന്ന അത്ഭുതം. അതിനു മാത്രം നമ്മുടെ പരലോക ചിന്ത ശക്താവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ദാക തഅമൽ ഈമാൻ, അവൻ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചിട്ടുണ്ടോ? ആരാ? അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും ഒന്നും ഉണ്ടാവാൻ പാടില്ല. അവരുടെ രണ്ട് കൽപ്പനകൾക്കപ്പുറത്ത് നമുക്കൊരു കൽപ്പന ഉണ്ടാവാൻ പാടില്ല. അവരെക്കാൾ വലിയൊരു സ്നേഹം നമ്മൾ നൽകുന്ന ഒന്നും ഭൗതിക ലോകത്ത് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഒന്നാമത്തെ നിബന്ധനയാണ്. പരസ്പരം സ്നേഹിക്കുന്നത് പോലും അള്ളാഹുവിന് വേണ്ടിയാകും. സ്നേഹത്തിന്റെ മാനദണ്ഡം പോലും അള്ളാഹുവും അവന്റെ റസൂലുമാകുന്ന അവസ്ഥ ഉണ്ടാവണം. കുഫറിലേക്ക് തിരിച്ചു പോവുക എന്ന് പറയുന്നത് തീയിലേക്ക് വലിച്ചെറിയുന്നത് പോലെ അവന് ഭീകരമായി അനുഭവപ്പെടണം. ഇതനുഭവിച്ച ഒരാൾ ഈമാനിന്റെ മാധുര്യം. ഈ ഈമാനിന്റെ മാധുര്യം കൊണ്ടേ നമുക്ക് വിജയിക്കാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ പ്രവാചകന്റെ വചനം, അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലോകം എന്തുമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ്. ആത്യന്തികമായി മുസ്ലിം ലോകം അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും നമുക്ക് കാരണങ്ങൾ പറയാം, ഭൗതികമായ കാരണങ്ങൾ നമുക്ക് ഇങ്ങനെ അക്കമിട്ട് നിരത്താം. പക്ഷെ അള്ളയും റസൂലും ഒരു കാരണം അതിന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. അൻ സൗബാന മൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തൗബ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യൂഷികുൽ ഉമമു അൻ തദഅ അലൈക്കും കമാ തദഅ അൽ അകലതു ഇലാ ഖസ്അതിഹാ. ലോകത്തുള്ള സകല സമുദായങ്ങളും എന്റെ സമുദായത്തിനെതിരെ കുതിച്ചു വരുന്ന ഒരു സമയമുണ്ട്. തീറ്റപാത്രം കാണുമ്പോൾ ഭക്ഷണത്തിനോട് ആർത്തിയുള്ള ആളുകൾ ഓടി വരുന്നത് പോലെ എന്റെ ഉമ്മത്തിനെ കൊട്ടാനും തട്ടാനും ആക്രമിക്കാനും ഉപദ്രവിക്കാനും ആർക്കും യാതൊരു പ്രയാസമില്ലാത്ത മുസ്ലിം ഉമ്മത്ത്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെടുന്ന ഉമ്മത്ത് ഏതാണെന്ന് ചോദിച്ചാൽ മുസ്ലിം ഉമ്മയാണ്. എവിടെയും ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താണ്? ഷിയാ ലോകമാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായ തിന്മകളും തോന്നിവാസങ്ങളുടെ വലിയ കറകളുണ്ടെങ്കിൽ പോലും ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു കയറാനും, ഇറാഖ് ആവട്ടെ, സിറിയ ആവട്ടെ, അഫ്ഗാനിസ്ഥാൻ ആവട്ടെ, ഏത് മണ്ണിലേക്ക് കയറി വന്ന് മുസ്ലിം രാജ്യങ്ങളെ കീഴടക്കാനും അവിടെ അധിനിവേശം നടത്താനും കള്ളക്കഥകൾ വരിയാനും ആർക്കും ധൈര്യമുള്ള, അതിനുവേണ്ടി ശത്രുക്കൾ ഒരുമിക്കുന്ന ഒരു കാലഘട്ടം. ലക്ഷക്കണക്കിന് മനുഷ്യന്മാരാണ് സിറിയയിൽ കശാപ്പ് ചെയ്യപ്പെട്ടത്, ഇറാഖിൽ കശാപ്പ് ചെയ്യപ്പെട്ടത്. നമ്മുടെ രാജ്യത്തെ അഖ്ലാഖുമാര്, ജുനൈദുമാര് നിരന്തരം മ്യാൻമറിൽ നടന്ന കൂട്ടക്കുരുതി നമ്മൾ കേട്ടിട്ടുണ്ട്. സമാനതകളില്ലാതെ റബ്ബ് ഈ വാഹനങ്ങളുടെ ടയറിൽ പോലും പച്ച മനുഷ്യരെ വെച്ച് ബന്ധിച്ച് കത്തിക്കുന്ന ഭീകരമായ കാഴ്ചകൾ. യൂഷികുൽ ഉമമു അൻ തദഅ അലൈക്കും കമാ തദഅ അൽ അകലതു ഇലാ ഖസ്അതിഹാ. എല്ലാവരും തീറ്റപാത്രത്തിലേക്ക് വരുമ്പോൾ എന്റെ ഉമ്മത്തിനെതിരെ ഒരു സഹാബി അവിടുന്ന് ചോദിച്ചു, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. റസൂലെ ന്യൂനപക്ഷമായത് കൊണ്ടാണോ നമുക്കിത് അപകടം ഉണ്ടാവുന്നത്? എണ്ണം കുറഞ്ഞത് കൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ അൻതും കസീർ. എണ്ണത്തിൽ കുറവൊന്നുമില്ല. ലോക ജനസംഖ്യയിൽ ഏകദേശം 1/4, 200 കോടി മുസ്ലിങ്ങളാണ്. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ. ചപ്പുചണ്ടികൾക്ക് സമാനമാണ്. ഇത് റസൂൽ പറഞ്ഞ വാക്കാണ്. ഗുസാഉൻ കഗുസാഇസ് സൈൽ. ചപ്പുചണ്ടികൾക്ക് സമാനമായ ആളുകൾ, ആത്മവീര്യം ചോർന്നുപോയ, ഈമാൻ ചോർന്നുപോയ ചില മുസ്ലിം കോലങ്ങളായി അധപ്പതിക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. ശത്രുക്കൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ഭയം അള്ളാഹു എടുത്തങ്ങ് മാറ്റും. ഈ ഉമ്മത്തിന്റെ പേര് കേട്ടാൽ
അബൂബക്കർ എന്ന്, ഉമർ എന്ന്, റസൂലുള്ളാഹി എന്ന് കേട്ടാൽ, മുൻഗാമികളായ മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിന്റെ പ്രതാപകാലത്തെ ഖലീഫമാരെ കുറിച്ച് കേട്ടാൽ ഏത് അക്രമിയും വിറച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഈ ഉമ്മത്തിന് ചോദിക്കാനും പറയാനും ആളുണ്ട്. ഈ ഉമ്മത്തിനെതിരെ അനീതി കാണിച്ചുകൂടാ എന്ന് വിശ്വസിച്ചിരുന്ന, ലോകം ഭയപ്പെട്ടിരുന്ന ഈ ഉമ്മത്തിന്റെ പ്രതാപ കാലഘട്ടമുണ്ട്. ഖുലഫാഉ റാഷിദീങ്ങൾ മുതൽ ഇങ്ങോട്ട് അബ്ബാസി, അമവി, അബ്ബാസി കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ആ പ്രതാപം പലപ്പോഴും മികച്ചു കാണാം. ഈ പ്രതാപം ഉണ്ടല്ലോ, അത് എടുത്തെറിയും. ശത്രുക്കളുടെ മനസ്സിൽ ഒരു പേടി ഉണ്ടാവില്ല. ആർക്കും വന്ന് കൊട്ടാവുന്ന ചെണ്ടയായി ഈ ഉമ്മത്ത് മാറും. ആർക്കും. അമൂരിയ എന്ന നഗരം ഇന്നത്തെ തുർക്കിയുടെ ഭാഗമാണ്. അവിടെ ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു, ഒരു മുസ്ലിം സ്ത്രീ ജയിലടക്കപ്പെട്ടു. ആ സ്ത്രീ അവിടെ നിന്ന് കരഞ്ഞു. ഒരു ചരിത്ര പ്രസിദ്ധ സംഭവം. വാ മുഅ്തസിമ, അന്ന് ഖലീഫയായിരുന്ന ഹാറൂൺ റഷീദിന്റെ മകനായിരുന്ന മുഅ്തസിം ബില്ലാ ഖലീഫയാണ്. ഈ സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവം, അവിടുത്തെ സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വന്ന, റോമാ സൈന്യത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവം കണ്ട ഒരു ദൃക്സാക്ഷി നേരെ ഇറാഖിലേക്ക് വണ്ടി കയറി ബഗ്ദാദിലെത്തി. ഇസ്ലാമിന്റെ തലസ്ഥാന നഗരിയിൽ ഭരണസിരാ കേന്ദ്രത്തിലെത്തി മുഅ്തസിം ബില്ലയുടെ മുമ്പിൽ ഈ സംഭവം പറയുന്നുണ്ട്. അവിടുന്ന് ആ സ്ത്രീ കരഞ്ഞൊരു കരച്ചിൽ, വാ മുഅ്തസിമ, മുഅ്തസിം അഭയം നൽകണം. അതിന് അദ്ദേഹം നൽകിയ മറുപടി എന്താ പറയുക? അദ്ദേഹം ഒരു കത്തുണ്ട്, പ്രസിദ്ധാണ്. മിൻ അമീരിൽ മുഅ്മിനീൻ ഇലാ കൽബി റൂം അഖ്രിജിൽ മർഅത മിന സിജ്ൻ. ഇലാ കൽബി റൂം എന്ന് പറയുന്നത് സ്ത്രീയെ പെട്ടെന്നല്ലേ പുറത്തിറക്കണം, അവരെയും അവരുടെ കൂടെ തടവിലാക്കപ്പെട്ട സ്ത്രീകളെയും. വഇല്ല അതൈതുക ബിജൈശിൻ ബിദായതുഹു ഇൻദക വനിഹായതുഹു ഇൻദി. അതല്ലെങ്കിൽ ഞാനൊരു സൈന്യവുമായി വരും, അതിന്റെ തുടക്കം നിന്റെ അടുക്കലെത്തിയാൽ അതിന്റെ അവസാനം ബഗ്ദാദ് വിട്ടിട്ടുണ്ടാവില്ല, താങ്ങുല നിരക്ക് എന്ന് പറഞ്ഞ് കത്ത് എഴുതിയിരുന്ന, അവസാനം ആ സൈന്യം പുറപ്പെടുകയും ആ സ്ത്രീ അടക്കമുള്ളവരെ മോചിപ്പിക്കുകയും ചെയ്തൊരു കാലഘട്ടം. നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു വഹനിട്ട് തരും. സഹാബത്ത് ചോദിച്ചു, വമൽ വഹൻ യാ റസൂലല്ലാഹ്? വഹൻ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം തിരിയാത്തോണ്ടല്ല, ദുർബലത എന്നൊക്കെയാണ് പദത്തിനർത്ഥം. എന്താണ് റസൂൽ അങ്ങ് വഹന് കൊണ്ട് ഉദ്ദേശിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പദ, ഹുബ്ബുദ് ദുനിയ, രണ്ട് വചനം, ഹുബ്ബുദ് ദുനിയ, ദുനിയാവിനോടുള്ള നിങ്ങളുടെ അത്യാർത്തി, വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള നിങ്ങളുടെ പേടി. മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്നത് അൻ തുഫ്തഹ അലൈക്കുമുദ് ദുനിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഭയപ്പെടുന്നത് ഈ ഉമ്മത്തിന് സമ്പത്തിന്റെ ധാരാളിത്തം ഉണ്ടാവുന്നതാണ്. ലോകത്ത് സമ്പന്നന്മാരായി നമ്മൾ മാറി, നമ്മുടെ നാടും വിദേശ നാടുകളും മാറി. സമ്പത്ത് കുമിഞ്ഞുകൂടിയപ്പം സമ്പത്തായി നമുക്കെല്ലാം അള്ളാഹും റസൂലും നമുക്ക് രണ്ടാമതായി. റമദാൻ നമ്മളോട് പറയുന്നത് ദീനാവണമെന്ന്, അള്ളയും റസൂലും ആവണമെന്ന്, തൗഹീദാവണമെന്ന്, സുന്നത്താവണമെന്ന്, അള്ളാഹുവിനെയും റസൂലിനെയും കവച്ചു വെക്കുന്ന ഒരു ഭൗതിക പ്രണയവും നിനക്കുണ്ടാവരുത്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ, അള്ളാഹു നിങ്ങളുടെ മേൽ നിന്ദ്യത അങ്ങോട്ട് ഏൽപ്പിച്ചു തരും. വല യൻസിഉഹു, അള്ളാഹു അത് തിരിച്ചെടുക്കൂല. ഈ നിന്ദ്യത, ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുന്ന എത്ര കുട്ടികളെ മരിച്ചു നിങ്ങൾ ആലോചിക്കും. ഷിയാക്കളെ മക്കളാണെങ്കിൽ 150 കുട്ടികളെ മരിച്ചു. ഷിയാക്കളെ കുട്ടികളാണ്, കുട്ടികളല്ലേ? ഫിലസ്തീനിൽ എത്ര മക്കളെ മരിച്ചത്? സ്കൂളുകളുടെ മുമ്പിൽ ബോംബ് കൊണ്ടുപോയിട്ടിട്ട് ഒരു UN-നും ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാത്ത ഈ മുസ്ലിം ഉമ്മത്തിനെതിരെയുള്ള ഈ നരനായാട്ടിന് പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്ന അവസ്ഥ. ഈ ദുല്ല എപ്പോഴാ മാറുമെന്നറിയോ? ഹത്താ തർജിഉ ഇലാ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് മടങ്ങിപ്പോകുന്നത് വരെ ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ റമദാൻ നമ്മളോട് പറയുന്നത് ഈമാനിനെ ശക്തിപ്പെടുത്താനും, നമ്മുടെ ഈമാനും നമ്മുടെ ദീനും നമ്മുടെ ഭൗതികമായ ചിന്തകൾ ഒരിക്കലും അതിനെ കവച്ചു വെക്കരുത് എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ്. ആ റമദാനിനെ അങ്ങനെ കാണാനും ആ രൂപത്തിൽ ആരാധന കർമ്മങ്ങൾ ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.